അസ്സലാമു പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ പറയുന്നത് വിശ്വാസികളോടാണ്, മതവിശ്വാസികളോട്. അത് ഇന്ന മതമാകണമെന്നൊന്നും നിർബന്ധമില്ല. മതവിശ്വാസികളോട്, ഏത് മതമോ ആയിക്കോട്ടെ, മതം പഠിച്ചവരോട്. അവർക്ക് വേണ്ടിയാണ് നമ്മുടെ മിക്ക വീഡിയോകളും. മതം പഠിക്കാത്തവർക്ക് എന്തോ ആകാം. കാരണം മതം നമ്മെ വേണ്ടാത്തതൊന്നും പഠിപ്പിക്കുന്നില്ല. അത് ഒരു മതത്തിലും ഒരു മതഗ്രന്ഥത്തിലും. മതമനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തവർക്കാണ് വിഷമം. തോന്നിയ പോലെ ജീവിക്കാൻ പറ്റാത്ത വിഷമം. അങ്ങനെയുള്ളവരാണ് ദൈവമെന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന നിരീശ്വരവാദി. അവരവരെ തന്നെ പറയുന്നതാണ് നിരീശ്വരവാദി. ഒരു നിരീക്ഷണവുമില്ലാതെ ജീവിക്കുന്നവർ. അവർ നിരീക്ഷിക്കുന്നത് എന്താണ്? അവർക്ക് തോന്നിയ പോലെ ജീവിക്കണം. മതത്തെ അനുസരിച്ച് ജീവിക്കുമ്പോൾ അത് പറ്റില്ല. ഇതാകുമ്പോൾ പെണ്ണ് പിടിക്കാം, കഞ്ചാവ് പിടിക്കാം, വെള്ളം അടിക്കാം, എല്ലാ തോന്നിവാസങ്ങളും തോന്നിയതുപോലെ ചെയ്ത് ജീവിക്കാം. അതാണ് അവർക്ക് വേണ്ടത്. അവരോടല്ല ഞാൻ ഈ പറയുന്നത്. നമ്മൾ ഒരുപാട് കഥകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. അത് ജീവിത കഥകൾ. ചിലർ പറയാറുണ്ട് ബോറടിക്കുന്നു എന്ന്. ഇത് എഴുതി തയ്യാറാക്കിയ ഒരു കഥയല്ല, ഒരു മനുഷ്യൻ്റെ ജീവിത കഥയാണ്. അപ്പോൾ ചിലപ്പോൾ അത് ഓർത്തെടുക്കാൻ ചിലപ്പോൾ സമയമെടുക്കും. ചിലപ്പോൾ പറഞ്ഞു തന്നെ ആവർത്തനമായി പറഞ്ഞെന്ന് വരാം. ഇഷ്ടമുള്ളവർക്ക് കാണാം, ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം, അല്ലാത്തവർക്ക് കേൾക്കാതിരിക്കാം, സ്കിപ്പ് ചെയ്തു പോകാം. ഇതുപോലുള്ള വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് എന്തിനെന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ആളുകൾക്ക് പ്രശ്നം അവരുടെ ഊരും പേരും പറയാത്തതാണ്. പലതരത്തിലുള്ള വൃത്തികെട്ട നാവിന് തന്നെ ഉളുപ്പുണ്ടാക്കുന്ന കഥകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകളുടെ പ്രശ്നം അവരുടെ ഊരും പേരും പറയാത്തതാണ്. എന്നുവെച്ചാൽ അവരെ നാണം കെടുത്തണം. അപ്പോൾ ആ കഥ അവരെന്തിന് നമ്മളോട് പറയുന്നത്? അതും ഒരു വിഷയമായിരിക്കുകയാണ്. ഞാൻ വലിയ ആളോ ഡോക്ടറോ പണ്ഡിതനോ ഒന്നുമല്ല. പക്ഷെ നമ്മളിങ്ങനെ ഇതുപോലുള്ള വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ ഞങ്ങളോട് ഈ ഒരു വിവരം പറയുന്നത്. അവരെന്തിനാ അങ്ങനെ പറയുന്നത്? അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവ ബഹുലമായ സംഭവങ്ങൾ, അവരുടെ ജീവിതത്തിലുള്ള പാഠം, അവരുടെ ജീവിതത്തിൽ പറ്റിയ തെറ്റ് ഇനി മറ്റുള്ളവർക്ക് പറ്റാൻ പാടില്ല എന്ന് അവരുടെ അനുഭവത്തിലൂടെ അവർ മനസ്സിലാക്കി നമ്മളോട് പറഞ്ഞു തരികയാണ്. ചിലർ പറയാറുണ്ട് പേരും ഊരൊക്കെ പറഞ്ഞോ, പക്ഷെ അത് നാളെ അത് ഒരു പ്രശ്നമായി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചില കുടുംബ വഴക്കുകൾ, അതൊരു ആവേശത്തിൽ അവർ നമ്മളോട് വന്ന് പറയും, നമ്മൾ തന്നെ പറയാം, നമ്മുടെ മുഖം കാണിച്ചോളൂ, നമ്മളതിന് സമ്മതിക്കാറില്ല, നമ്മുടെ പേരും ഊരുമൊക്കെ പറഞ്ഞോളൂ. അങ്ങനെ പറഞ്ഞിട്ട് പ്രശ്നമുണ്ടായിട്ടുണ്ട്. അവർ ബന്ധുക്കളാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഒന്നാകും. പിന്നെ നമ്മൾ പ്രശ്നത്തിലാകും, കേസിലാകും. അങ്ങനെ പെട്ട ആളുകളുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കഥകൾ ഒരു അവയർനെസ് എന്നുള്ള നിലയിലാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നവർക്ക് ഉൾക്കൊള്ളാം. എന്നാലും കുറച്ചെങ്കിലും ആളുകൾക്ക് ഇതുപോലുള്ള കഥകൾ കേട്ട് തെറ്റിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൻ്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ തന്നെ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ടും അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ കാണിച്ചു കൊടുത്തിട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. വിശ്വസിക്കരുത്. വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ അല്ല, അത് എന്തിന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അവരെന്തിന് ഈ കഥ ഞങ്ങളോട് പറഞ്ഞു എന്നെങ്കിലും നിങ്ങൾ ചിന്തിക്കണം. അത് ചിന്തിക്കാനുള്ള ചിന്താശക്തി പടച്ചറബ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ഇന്നും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കഥയല്ല, ജീവിതമാണ്. കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ ജനനേന്ദ്രിയം മുറിച്ച ഭാര്യ. ഇത് വായിച്ചപ്പോൾ എനിക്കും വിശ്വാസം വന്നില്ല. എന്നുവെച്ചാൽ വിശ്വസിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല എന്ന് വേണം പറയാൻ. എന്നാൽ നമ്മൾ അങ്ങനെയുള്ള ആളല്ല. അതാണ് അൻസാർ അഹമ്മദ് എന്ന 38 വയസ്സുകാരൻ്റെ ജനനേന്ദ്രിയമാണ് നസ്നീൻ ബാനു എന്ന പെൺകുട്ടി മുറിച്ചു മാറ്റിയത്. എന്തിനാണ് മുറിച്ചു മാറ്റിയത് എന്നല്ലേ? ഇത് കാമഭ്രാന്ത് കൊണ്ടോ മറ്റുള്ള വിഷയങ്ങൾ കൊണ്ടോ അല്ല. വിവാഹം കഴിഞ്ഞാൽ ആരുടെയും ഒരു സ്വപ്നമാണ്, ഏതൊരു ദമ്പതികളുടെയും സ്വപ്നമാണ് ഒരു കുഞ്ഞ് എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ് ഏറെക്കാലമായിട്ടും നസ്നിന് ഒരു കുഞ്ഞ് ഉണ്ടായില്ല. അതിനെ ചൊല്ലി കുടുംബത്തിൽ എപ്പോഴും പ്രശ്നമാണ്. അങ്ങനെ ആ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് അൻസാർ അഹമ്മദ് വേറൊരു വിവാഹം കഴിക്കുന്നത്. അങ്ങനെ അതിലും ഇവർക്ക് കുട്ടികളുണ്ടായില്ല. 2 ഭാര്യമാരിലും കുട്ടികളില്ല. അതേ ചൊല്ലി ആ വീട്ടിൽ ദിവസേന പ്രശ്നങ്ങളാണ്. ഇത് കേട്ടു നിന്ന നാട്ടുകാർ തന്നെ പറയുന്നതാണ് ആ വീട്ടിൽ എപ്പോഴും പ്രശ്നമാണെന്ന്. അത് ഇതിനെ ചൊല്ലിയായിരുന്നു പ്രശ്നം.
മക്കളില്ലാത്ത കാരണം. മക്കളില്ലാത്ത കാരണത്തിൽ ആ മനുഷ്യനും ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ ഞാനിത് പറയാൻ കാരണം മക്കൾ എന്നുള്ളത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഭർത്താവിന് ലൈംഗിക ശേഷി കുറഞ്ഞത് കാരണം ഭാര്യ മറ്റൊരു യുവാവിനെ കണ്ടെത്തി ലൈംഗിക കാമം തീർത്ത ഭാര്യയുടെ കഥ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഇതല്ല, ഇത് കുഞ്ഞിന് വേണ്ടിയായിരുന്നു ബഹളം. മക്കളില്ലാത്ത കാരണത്താൽ രൂക്ഷമായ ഒരു വാക്ക് തർക്കത്തിനിടയിലാണ് രണ്ടാം ഭാര്യ കത്തി ഉപയോഗിച്ച് ആക്രമിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയോടാണ് അത്ര ഈ സംഭവം നടന്നത്. ഗുരുതരമായി പരിക്കേറ്റ അൻസാറിനെ നാട്ടുകാരൊക്കെ ചേർന്ന് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സക്കായി മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഈ സംഭവം നടന്നിരിക്കുന്നത് അമേഠിയിലെ ജഗദീഷ്പുരയിലെ ഫസൻകഞ്ച് ഖജനാവ് എന്ന ഗ്രാമത്തിലാണ്. രണ്ടാം ഭാര്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. അവിടെയുള്ള പോലീസ് തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടത്. സ്ഥലവും നാടും രാജ്യവും എവിടെയെങ്കിലും ആയിക്കോട്ടെ, സംഭവം മനുഷ്യരുടെ കഥയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നടക്കുന്ന സംഭവമാണ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത്. ഈ കഥ പറയാനുള്ള കാരണവും ഉണ്ട്. ഓരോ കഥക്കും ഓരോ കാരണവുമുണ്ട്. മക്കൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറയുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം തന്നെയാണ്. എനിക്ക് എന്നിലുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ കഥ, ഇതുപോലുള്ള കഥകളിൽ ഒരുപാട് എൻ്റെ കഥ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ ഭാര്യ പെട്ടെന്ന് തന്നെ ഗർഭിണിയായി. കല്യാണം കഴിഞ്ഞ ആ ഒരു വർഷം തന്നെ എനിക്ക് മക്കളുണ്ടായി. ഭാര്യ ഗർഭിണിയായ ആ ഒരു സന്തോഷം, അത് ഞാൻ ആദ്യം അറിയിച്ചത് ഞാൻ ഏറെ സ്നേഹിക്കുന്ന, ഞാൻ ഏറെ വിശ്വസിക്കുന്ന, അവിടെ ചെന്ന് സന്തോഷപൂർവ്വം ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന്. ആ സമയത്ത് അവർ ചോദിച്ച ചോദ്യം, അവർ പറഞ്ഞ ആ വേദനിപ്പിക്കുന്ന കുത്തുവാക്ക് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ എന്നെ പ്രചോദിപ്പിച്ചത്. ഞാൻ സന്തോഷത്തോടെ എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് ഞാൻ അവരെ അറിയിച്ചപ്പോൾ അവർ പരിഹാസ രൂപേണ എന്നോട് പറഞ്ഞത്, നിനക്കിതിന് സമയവും സാവകാശമൊന്നുമില്ലേ? ഇത്ര പെട്ടെന്ന് തന്നെ വേണമായിരുന്നോ? നന്നായി ജീവിച്ചിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് പോരെ മക്കളും കുട്ടികളും ഒക്കെ എന്ന്. വളരെ സന്തോഷത്തോടു കൂടി അവിടെ എത്തിയ ഞാൻ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചായിരുന്നു അവർ വിട്ടത്. വല്ലാത്തൊരു പരിഹാസമാണ് അവർ പരിഹസിച്ചത്. നിന്റെ നല്ല മെഷീനാണെന്നൊക്കെയാണ് അവർ പറഞ്ഞു വെച്ചു. വളരെയേറെ വേദനിച്ചു ആ വാക്കുകൾ. അന്ന് ഞാൻ അവർക്കൊന്നും മറുപടി കൊടുത്തില്ലായിരുന്നു. സങ്കടമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. സന്തോഷത്തോടു കൂടിയായിരുന്നു ഞാനത് പറഞ്ഞത്. പക്ഷെ അവരിന്ന് ഇതിനെ ചൊല്ലി വളരെയേറെ വിഷമങ്ങൾ അനുഭവിക്കുകയാണ്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? ഈ പറഞ്ഞ അവരുടെ മകന് കുട്ടികളില്ല. കല്യാണം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളായി, ഇന്നും അവരുടെ ആ മകന് കുഞ്ഞുണ്ടായില്ല. കയറി ചെല്ലാത്ത ആശുപത്രികളില്ല, കാണാത്ത ഡോക്ടർമാരില്ല. മന്ത്രവും തന്ത്രവും പരീക്ഷിച്ചു, ഒരു രക്ഷയുമില്ല. ഇന്ന് ഏറെ വിഷമത്തിലാണ്, ഇന്ന് ഏറെ പ്രയാസത്തിലാണ് അവർ. പണവും സമ്പാദ്യവും ഒക്കെ ഉണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ സന്തോഷമെന്നത് ഇല്ല. ഇന്നും ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി പല ചികിത്സകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന സ്ഥലത്ത് നല്ലൊരു ചികിത്സയുണ്ടെന്ന് പറഞ്ഞാൽ അവരവിടെ ആദ്യം ഓടിയെത്തും. മക്കൾ എത്രയും പെട്ടെന്ന് ഉണ്ടായതിനാണ് പരിഹാസം ഞാൻ കേട്ടത്. അന്ന് എനിക്ക് ഉണ്ടായത് 2 മക്കളാണ്, ഇരട്ട കുട്ടികൾ. നല്ല 2 മക്കളെ തന്നെ പടച്ചറബ് തന്നു, ആണും പെണ്ണും. മാഷാ അല്ലാ എന്ന് പറയുന്നിടത്ത് അവർ പറഞ്ഞ വാക്ക് എന്താണ്? അറം പറ്റുന്ന വാക്കുകളായിപ്പോയി. ഒരുപാട് മറക്കാൻ ശ്രമിച്ചുവെങ്കിലും ചില ഇതുപോലുള്ള കഥകൾ കേൾക്കുമ്പോൾ അതിങ്ങനെ തികട്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്. പടച്ചറബ് എത്രയും പെട്ടെന്ന് അവർക്ക് നല്ലൊരു മക്കളെ കൊടുക്കുമാറാകട്ടെ. ആമീൻ. അത് പറയുന്ന നിങ്ങൾക്കത് ഒരു ആനന്ദമായിരിക്കും. പക്ഷെ അത് കേൾക്കുന്നവൻ്റെ മനസ്സാണ്, ഹൃദയമാണ് പൊട്ടിപ്പോകുന്നത്. അതാണ് പടച്ചറബ് കാണുന്നത്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.